ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹന വിപണി വൻ കുതിപ്പിലെന്ന് റിപ്പോർട്ട്. പെട്രോൾ, ഡീസൽ വില വർധനവും യുദ്ധ ആശങ്കയുമാണ് ജനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെയും ഇന്ധനവില കുതിച്ചുയരാനുള്ള ആശങ്കയെയും ഒത്തുചേർത്തപ്പോൾ കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വൻ വർധനവിലാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പല സ്വകാര്യ എണ്ണ കമ്പനികളും പെട്രോൾ, ഡീസൽ വില ഉയർത്തിയപ്പോൾ വാഹന വിപണിയിൽ പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇലക്ട്രിക് കാറുകളും ഇരുചക്ര വാഹനങ്ങളും വിപണിയിൽ മുൻനിരയിലേക്ക് എത്തിയിട്ടുണ്ട്. പരിവാഹൻ പോർട്ടലിലെ കണക്കുകൾ പ്രകാരം 2026 മാർച്ചിൽ രാജ്യത്ത് 19,711 ഇലക്ട്രിക് കാറുകൾ രജിസ്റ്റർ ചെയ്തു. 2024 മാർച്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ 49% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയും 36% വർദ്ധിച്ച് 1,77,845 ആയി. കേരളത്തിൽ മാത്രം മാർച്ചിൽ 12,434 ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റു. 2025 മാർച്ചിന്റെ 8,105 കാറുകളെ അപേക്ഷിച്ച് 53.4% വർധനവാണ്. പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന കുറയുന്നതിന് കാരണം ജനങ്ങൾക്ക് GST ഇളവ് കുറവായതും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രിയം വളർന്നതുമാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച സബ്സിഡി മാർച്ചിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചതും വിൽപ്പന കൂട്ടിയതിൽ മറ്റൊരു കാരണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. IPL ആവശ്യം ഒട്ടും ചോരാതെ ആസ്വദിക്കാൻ എയർടെൽ പുതിയൊരു ഓഫറുമായി എത്തിയിരിക്കുകയാണ്. വെറും 48 രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഡാറ്റ ആഡ് ഓൺ പാക്ക് പ്ലാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയൊരാശ്വാസമാണ്. വലിയ തുകയുടെ മന്ത്ലി പാക്കുകൾ എടുക്കാതെ തന്നെ മാച്ചുകൾ തടസ്സമില്ലാതെ കാണാൻ ഈ പ്ലാൻ സഹായിക്കും. മണിക്കൂറുകളോളം IPL ആസ്വദിക്കാൻ ആവശ്യമായ ഹൈസ്പീഡ് ഡാറ്റ ഈ പാക്കിലൂടെ ലഭിക്കും. നിലവിൽ പ്രീപെയ്ഡ് പ്ലാൻ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ബൂസ്റ്ററായി പ്രയോജനപ്പെടുത്താം. യാത്രക്കിടയിൽ മൊബൈലിൽ കളി കാണുന്നവർക്കും കുറഞ്ഞ ചെലവിൽ ഡാറ്റ ആഗ്രഹിക്കുന്നവർക്കും ഇത് മികച്ച ഓപ്ഷനാണ്. പ്രത്യേക അവസരങ്ങൾക്കനുസരിച്ചുള്ള ഡാറ്റ പ്ലാനുകൾ നൽകുന്നതിലാണ് എയർടെൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ചെറിയ പാക്കുകൾ പെട്ടെന്ന് റീചാർജ് ചെയ്യാൻ എളുപ്പമാണ്. ബഫറിംഗ് ഇല്ലാതെ സ്ട്രീമിംഗ് സുഗമമാക്കാൻ ഇത് സഹായിക്കുന്നു. ജിയോ പോലുള്ള എതിരാളികളെ നേരിടാനാണ് എയർടെൽ ഈ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാൻ അവതരിപ്പിച്ചത്. മറ്റു കമ്പനികൾ OTT സബ്സ്ക്രിപ്ഷനുകൾക്കൊപ്പം വലിയ തുകയുടെ പ്ലാനുകൾ നൽകുമ്പോൾ എയർടെൽ ലളിതമായ ഡാറ്റ പാക്കാണ് നൽകുന്നത്. എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ഇത് വേഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യാം. എന്നാൽ ഇതിനായി നിലവിലൊരു ആക്റ്റീവ് ബേസ് പ്ലാൻ ഉണ്ടായിരിക്കണം. റീചാർജ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ സർക്കിളിൽ ഈ ഓഫർ ലഭ്യമാണോ എന്ന് പരിശോധിക്കുക. ഏതെങ്കിലും പേയ്മെന്റ് ആപ്പുകൾ വഴിയോ എയർടെൽ ആപ്പ് വഴിയോ ഡാറ്റ സെക്ഷനിൽ പോയി ഇത് ആക്ടിവേറ്റ് ചെയ്യാം. കൂടുതൽ ഡാറ്റ ആവശ്യമുള്ള സമയങ്ങളിൽ വലിയ പാക്കുകൾ എടുത്ത് പണം കളയാതെ തന്നെ ഇത് ഉപയോഗിക്കാം. ടെലികോം വിപണിയിൽ മൈക്രോ പാക്കുകൾക്ക് പ്രിയമേറുന്നതിന്റെ സൂചനയാണിത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.